തിരുവചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിന് ദൈവത്തോടുള്ള ബന്ധം, അല്ലെങ്കിൽ ദൈവം ഇസ്രായേൽ ജനത്തെ ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തോടു കൂടിയാണ് കാണുന്നത്. ഇസ്രായേൽ ജനം വിഗ്രഹാരാധനയ്ക്ക് പോകുമ്പോൾ അവൾ വ്യഭിചാരത്തിന് പോയി, ആ രീതിയിലാണ് വചനം അത് വ്യാഖ്യാനിക്കുന്നത്. അന്യദൈവത്തെ ആരാധിക്കുവാൻ പോകുമ്പോൾ യഹോവയാണ് ദൈവം, ഈ യഹോവയെ മാത്രമേ നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ആ കൽപ്പനയെ ലംഘിക്കുന്ന ഇസ്രായേൽ ജനത്തെ കർത്താവ് പലപ്പോഴും ശിക്ഷിക്കുന്നുണ്ട്. ജെറമിയായുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ വളരെ മനോഹരമായിട്ട് ഈ ബന്ധം എഴുതിയിട്ടുണ്ട്. എനിക്ക് അവകാശമായവൾ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു. അതാണ് ജെറമിയ 12-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനം. അതായത് ഇസ്രായേൽ ജനത്തിൻ്റെ വഴിതെറ്റിയ, അവർ തന്നെ അവരുടെ കൈകൾ കൊണ്ട് തകർത്ത് കളഞ്ഞ ദൈവവുമായിട്ടുള്ള ബന്ധം. എനിക്ക് അവകാശമായവൾ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു. അപ്പോൾ ഈ ദൈവത്തോട് ഒരു മര്യാദയുമില്ലാതെ, ഈ ദൈവമാണ് എന്നെ അനുഗ്രഹിച്ചത്, ഇസ്രായേലിനെ വഴി നടത്തുന്നത്, മരുഭൂമിയിലൂടെ യാത്രയിൽ അവരെ സഹായിച്ചത്, ചെങ്കടൽ മുറിച്ച് ഇക്കരെ കടത്തിയത്, ഇതൊക്കെ ദൈവം ചെയ്ത മഹത്തായ പ്രവൃത്തികളാണ്. പക്ഷേ ഇതൊക്കെ മറന്നുകൊണ്ട് എനിക്ക് അവകാശമായവൾ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു. എത്രയോ ആഴമുള്ള ഒരു വചനമാണ്. എനിക്ക് അവകാശമായവൾ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു. ഇസ്രായേൽ കർത്താവിനോട് കാണിക്കുന്ന നന്ദികേട്, ക്രൂരമായ പെരുമാറ്റം. കാട്ടിലെ സിംഹത്തിൻ്റെ പ്രത്യേകത എന്താ? അത് നമുക്കറിയാം. അതിനൊരു മര്യാദയുമില്ല. അതിന് വിശക്കുമ്പോൾ ആരെ കണ്ടാലും അത് കടിച്ചു കീറി കൊന്നു തിന്നും. അത് വളരെ ക്രൂരമാണ് അതിൻ്റെ പെരുമാറ്റം. അത് അപായപ്പെടുത്തും. സ്നേഹം എന്ന് പറയുന്നത് അല്പം പോലും, സിംഹത്തിന് എന്ത് സ്നേഹമിരിക്കുന്നു? അതുമാത്രമല്ല, എനിക്കെതിരെ ഗർജിച്ചതുകൊണ്ട് ഞാൻ അവളെ വെറുക്കുന്നു. അതാണ് ജെറമിയ പറയുന്നത്. ജെറമിയയിലൂടെ കർത്താവ് പറയുന്നത്, എനിക്കെതിരെ ഗർജിച്ചതുകൊണ്ട് ഞാൻ അവളെ വെറുക്കുന്നു. നാം നമ്മുടെ തന്നെ കരങ്ങൾ കൊണ്ട് ദൈവത്തിൻ്റെ പല പ്രവൃത്തികളും, നല്ല പ്രവൃത്തികളും നമ്മൾ തകർത്ത് കളയാറുണ്ട്. തിന്മയുടെ സ്വാധീന വലയത്തിൽപ്പെട്ടാണ് നാം ഈ തരത്തിലുള്ള പാപങ്ങൾ ചെയ്യുന്നത്. ഒത്തിരി പ്രാർത്ഥിച്ച് ഒരു ദമ്പതികൾക്കൊരു കുഞ്ഞിനെ കിട്ടി. ഒരുപാട് കാലം പ്രാർത്ഥിച്ചിരുന്നു. അതും വളരെ വളരെ ദുർബലമായ സാഹചര്യം, കൊച്ചു മരിച്ചു പോകുമെന്നൊരവസ്ഥ വരെ വന്നു. പക്ഷേ ആ കൊച്ചു വളർന്നു വന്നപ്പോൾ ഈ ദൈവം അനുഗ്രഹിച്ച കഥ മുഴുവനും ഈ കൊച്ചിനെ പറഞ്ഞു കേൾപ്പിച്ച് അതിനനുസരിച്ച് ആ കുഞ്ഞിനെ വളർത്തേണ്ടത്. പക്ഷേ ആ കുഞ്ഞിനെ അവർ വളർത്തുന്നത് ദൈവത്തിൻ്റെ വഴികൾ അല്പം പോലും പഠിപ്പിക്കാതെയാണ്. അതായത് വന്ന വഴികൾ മുഴുവനും മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം. ആ കുഞ്ഞിനെ എങ്ങനെ ജീവനോടെ കിട്ടി എന്ന് ആ മാതാപിതാക്കൾ മറക്കുകയാണ്. മാതാപിതാക്കൾ മറന്ന് ദൈവഭക്തിയില്ലാതെ കുദാശകളിലും വിശ്വാസ ജീവിതത്തിലും ഉള്ള പ്രാധാന്യം ആ കുഞ്ഞിനെ പഠിപ്പിക്കാതെ വളർത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ നമുക്ക് ഓർമ്മ വരിക, എനിക്ക് അവകാശമായവൾ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു എന്ന വാക്കാണ്. ദൈവം അനുഗ്രഹിച്ച കഥകളൊക്കെ മറന്നു കളഞ്ഞു എന്ന് മാത്രമല്ല, ഒരു നന്ദിയുടെ ഒരു വാക്ക്, ദൈവം നിന്നെ അനുഗ്രഹിച്ച് അതുകൊണ്ടാണ് നീ ഇന്ന് ഈ ഭൂമിയിലുള്ളതെന്ന് ആ കുഞ്ഞിനെ പഠിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല. ആ കുഞ്ഞ് ദൈവത്തിൻ്റെതായി വളരണമെന്നോ ദൈവത്തിൻ്റെ വഴികളിലൂടെ ആ കുഞ്ഞ് നടക്കണമെന്നോ ആ മാതാപിതാക്കൾ ആഗ്രഹിക്കാത്ത വിധത്തിൽ അവരതിനെ വളർത്തുകയാണ്. അപ്പോൾ അതിന് പറ്റിയ ഒരു വചനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവകാശമായവൾ കാട്ടിലെ സിംഹം പോലെ എന്നോട് പെരുമാറുന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെ ഞാൻ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ദൈവമേ നന്ദി എന്ന് പറയുകയും എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു, അതുകൊണ്ട് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയും ഓരോ വാക്കും ദൈവത്തിൻ്റെ ആ അനുഗ്രഹത്തെ ഞാൻ
മഹത്വപ്പെടുത്തിക്കൊണ്ട് ആ വാക്കിനെ ഓർത്തുകൊണ്ട് വേണം എൻ്റെ ജീവിതം ഞാൻ ക്രമപ്പെടുത്തുകയും രൂപപ്പെടുത്തുകയും ചെയ്യാൻ. അപ്പം ദൈവത്തോട് അതിനുള്ളൊരു സ്നേഹവും നന്ദിയും കാണിക്കണം. ഞാനൊരിക്കലും ഒരു ബൈക്ക് ഓടിച്ച് പോകുമ്പോൾ ഒരു വലിയ ടൗണിൽ നിന്നാണ് എൻ്റെ പുറകെ വന്ന ബസ്, ആ ബസ്സുകാരനെ ഞാൻ വണ്ടി ഓടിച്ചു പോകുന്നത് കണ്ടുപോലുമില്ല. എന്തോ ഒരു ദൈവാനുഗ്രഹത്തിൽ ഞാനൊരു കടയോട് ചേർത്ത് ഞാനിങ്ങനെ വണ്ടി നിർത്തി. അപ്പോൾ ആ കച്ചവടക്കാരൻ എന്നോട് പറഞ്ഞു, ഇത്രയ്ക്കാണ് രക്ഷപ്പെട്ടത് കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. ഇത്രയ്ക്കാണ് രക്ഷപ്പെട്ടത് എന്ന്, അതായത് 1 സെൻറ്റിമീറ്റർ അകലത്തിലാണ് രക്ഷപ്പെട്ടത് എന്ന് ആ കച്ചവടക്കാരൻ എന്നോട് പറഞ്ഞു. അയാൾക്ക് ഞാനുമായിട്ട് ഒരു ബന്ധവുമില്ല, പക്ഷേ അയാൾ എന്നെ ഓർമ്മിപ്പിച്ചു, ഈ 1 സെൻറ്റിമീറ്ററിനാണ് രക്ഷപ്പെട്ടത് കേട്ടോ എന്ന്. കാരണം 1 സെൻറ്റിമീറ്ററിൻ്റെ അകലത്തിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർമ്മിക്കേണ്ടതിന് അയാളിലൂടെ, കാരണം പുറകിൽ നിന്ന് വന്ന വാഹനം ബസ്സായതുകൊണ്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ഈ മനുഷ്യരിലൂടെ കർത്താവിനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു, ഇനിയുള്ള എൻ്റെ ജീവിതകാലത്ത് മുഴുവനും ഈ 1 സെൻറ്റിമീറ്റർ അകലം കൊണ്ട് ഞാൻ കക്ഷി രക്ഷപ്പെട്ടു. അങ്ങനെയാണ് ഞാനിന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസവും, എൻ്റെ ജീവിതത്തിലെ ഓരോ പ്രവൃത്തിയുടെ സമയത്തും ഞാൻ ഓർമ്മിക്കണമെന്ന് ആ കച്ചവടക്കാരനിലൂടെ കർത്താവ് എന്നെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എന്നോടത് പറഞ്ഞത്. ഇത് പറയേണ്ട കാര്യമൊന്നും അയാൾക്കില്ല, അയാൾക്ക് അയാളുടെ പണി നോക്കിയാൽ മതി. പക്ഷേ ആ വാർത്ത എന്നെ അറിയിച്ചു. ഞാൻ അറിയുന്നില്ലായിരുന്നു, പക്ഷേ ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആ വാർത്ത എന്നെ കർത്താവ് ആ മനുഷ്യനിലൂടെ അറിയിക്കുകയായിരുന്നു. ഞാനത് അങ്ങനെ ജീവിക്കണം അതിനു വേണ്ടിയിട്ട്. അപ്പം ദൈവം ആഗ്രഹിക്കാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ വരുന്നു. ഞാൻ ഓർക്കുന്നു, നമ്മൾ തന്നെ നമ്മുടെ കൈകൾ കൊണ്ട് തട്ടിത്തെറിപ്പിച്ച് കളയുന്ന ദൈവകൃപകൾ അനേകമുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു നല്ല കുടുംബത്തിലെ ഒരു കൊച്ചിന് മാനസികമായ ഒരു ചെറിയ തകരാറ് സംഭവിച്ചു. അപ്പനും അമ്മയും വളരെ ദുഃഖിച്ചു. അതിനുശേഷം നല്ലൊരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി ചികിത്സ ആരംഭിച്ചു. ഡോക്ടർ പറഞ്ഞു, ഒരു കുഴപ്പവും കൂടാതെ ഈ കുഞ്ഞ് രക്ഷപ്പെട്ടുകൊള്ളും. എന്തൊക്കെയോ ചില താളപ്പിഴകൾ ആണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു, നല്ല സ്നേഹത്തോടെ കുഞ്ഞിനോട് പെരുമാറണം, നല്ല കരുതൽ ഇതിന് കൊടുക്കണം, മാതാപിതാക്കളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം ഈ കുഞ്ഞിന് ഉണ്ടാവണം, അതുകൊണ്ട് ആ തരത്തിൽ ഈ കുഞ്ഞിനോട് പെരുമാറണം എന്ന് പറഞ്ഞു. ആ കുടുംബം അപ്പനും അമ്മയും അവർ കൊച്ചിനെ കൊണ്ടുവന്ന് മരുന്നൊക്കെ നന്നായിട്ട് കൊടുത്തു. കുറേ നാളത്തേക്ക് അത് നന്നായിട്ട് ചെയ്തു. ഒരു ദിവസം വളരെ പെട്ടെന്ന് എന്തോ ഒരു സാഹചര്യത്തിൽ ആ മാതാപിതാക്കൾ അവനോട് വളരെ ശക്തമായിട്ട് കോപിച്ചു, വളരെ മോശമായി പെരുമാറി. ചികിത്സയിലൂടെ നല്ല മാനസിക അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരുന്ന അവൻ 2-3 ദിവസങ്ങൾ കൊണ്ട് പഴയ അവസ്ഥയിൽ, ഒരുപക്ഷെ അതിനേക്കാൾ വഷളായ അവസ്ഥയിലേക്ക് ആ കൊച്ചു പോയി. പിന്നെ അവൻ ജീവിതത്തിൽ ഒരിക്കലും മെച്ചപ്പെട്ടിട്ടില്ല. അതായത് അവർക്ക് ഉണ്ടായ ആ കുഞ്ഞിൻ്റെ ആ രോഗത്തിൽ നിന്നും ദൈവം അവർക്ക് സൗഖ്യം കൊടുക്കുകയായിരുന്നു. അപ്പോൾ അവർ തന്നെ അവരുടെ കരങ്ങൾ കൊണ്ട് തന്നെ, അവരുടെ നാവ് കൊണ്ട് തന്നെ ആ കുഞ്ഞിൻ്റെ നല്ല മാനസിക അവസ്ഥയെ തകർത്ത് കളഞ്ഞു. ഇതാ ഒരു കുടുംബത്തിൻ്റെ മാത്രം കഥയല്ല. ഗൗരവമായ രോഗങ്ങളാണെങ്കിലും അല്ലെങ്കിലും ചിലതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മുടെ കരങ്ങൾ കൊണ്ട് തട്ടിത്തെറിപ്പിക്കുന്ന അനേക ദൈവകൃപകൾ ഉണ്ട്. ചിലതെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. നല്ല അയൽപക്ക ബന്ധങ്ങൾ നമ്മുടെ കരങ്ങൾ കൊണ്ട് നമ്മൾ തകർത്തിട്ടുണ്ട്. നല്ല ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ തകർന്നിട്ടുണ്ട്. സഹോദരങ്ങൾ തമ്മിലുള്ള നല്ല നല്ല ബന്ധങ്ങൾ നമ്മുടെ ഇടവകളിൽ, നമ്മുടെ ദേശത്ത് തകർന്നിട്ടുണ്ട്. മാതാപിതാക്കളോടുള്ള സ്നേഹബന്ധം ഒരുപാട് ഇടങ്ങളിൽ തകർക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഒരു വാക്ക്, നമ്മുടെ ഒരു പ്രവൃത്തി, നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞി താല്പര്യങ്ങൾ, അതൊക്കെ നമ്മുടെ കരങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം നമ്മുടെ കരങ്ങൾ കൊണ്ട് തകർക്കപ്പെട്ടതൊക്കെ നമുക്ക് നേരെയാക്കാനായിട്ട് പരിശ്രമിക്കും, നമുക്ക് നേരെയാക്കാനായിട്ട് കഴിയും. കർത്താവ് അവിടെ നമ്മളെ സഹായിക്കും. നമ്മുടെ തൊട്ട് താഴെ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ, നമ്മെ ആശ്രയിച്ച് ജീവിക്കുന്നവർ, അവരൊക്കെ നമ്മുടെ കരവലയത്തിൽ സുരക്ഷിതരായിരിക്കണം. നമുക്കവർക്ക് കൊടുക്കാനുള്ളത് ദൈവം നമ്മുടെ കരങ്ങളിലൂടെ അവരെ വളർത്തുക എന്നുള്ളതാണ്. മാതാപിതാക്കൾ പ്രത്യേകിച്ച് തങ്ങളുടെ മക്കളെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് വളർത്തുക. അവരുടെ കരങ്ങൾ വളർത്തുന്ന കരങ്ങൾ മാത്രമായിരിക്കണം.
മാതാപിതാക്കളുടെ മാത്രമല്ല, നമ്മുടെ എല്ലാ കരങ്ങളും വളർത്തുന്ന കരങ്ങൾ മാത്രമായിരിക്കണം. 1 ദിനവൃത്താന്തം 21-ാമത്തെ അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ ദാവീദ് രാജാവിൻ്റെ കരങ്ങൾ കൊണ്ട് ഇസ്രായേലിൽ വന്നു ഭവിച്ച ഒരു വലിയ വിപത്തിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് വചനമിതാ, 1 ദിനവൃത്താന്തം 21-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്ന് ഇസ്രായേലിൻ്റെ ജനസംഖ്യ എടുക്കാൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. ജനത്തിൻ്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി. അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു. 21-ാം അധ്യായം 7-ാമത്തെ തിരുവചനം. ജനത്തിൻ്റെ കണക്കെടുത്തത് ദൈവത്തിന് അനിഷ്ടമായി. അവിടുന്ന് ഇസ്രായേലിനെ ശിക്ഷിച്ചു. ദൈവം പറയുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇസ്രായേലിനെ ശിക്ഷിക്കാൻ ദൈവം ഒരു തീരുമാനമെടുത്തു. ദീർഘദർശിയായ ഗാദിനോട് ദാവീദിൻ്റെ അടുത്ത് ചെന്ന് പറയാൻ കർത്താവ് പറഞ്ഞു, നീ ഈ തെറ്റ് ചെയ്തതുകൊണ്ട് നിനക്ക് 3 ശിക്ഷകൾ ഞാൻ തരുന്നു, അതിലേതെങ്കിലും ഒന്ന് നിനക്ക് തിരഞ്ഞെടുക്കാം. ഇസ്രായേലിനെ ദൈവം ശിക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. ഏതൊക്കെയാണ് ശിക്ഷകൾ? 3 ചോയ്സാണ് കർത്താവ് കൊടുത്തത്. 3 വർഷത്തെ ക്ഷാമം, അല്ലെങ്കിൽ 3 മാസം ശത്രുക്കളുടെ നിരന്തരമായ ആക്രമണവും നിൻ്റെ പലായനവും. ശത്രുക്കൾ 3 മാസം നിരന്തരമായി ആക്രമിക്കും, നീ ഓടിപ്പോകേണ്ടി വരും. അതുമല്ലെങ്കിൽ 3 ദിവസത്തെ മഹാമാരി. ഇതിലേതെങ്കിലും ഒന്ന് നീ തിരഞ്ഞെടുത്തേ പറ്റൂ എന്ന് ദീർഘദർശിയായ ഗാദ് വഴി കർത്താവ് ദാവീദിനെ അറിയിച്ചു. ദാവീദ് തീരുമാനിച്ചു, മനുഷ്യകരങ്ങളിൽ പതിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവകരങ്ങളിൽ പതിക്കുന്നതാണല്ലോ. സാത്താൻ ഇസ്രായേലിനെതിരെ ഉണർന്നാണ് ദാവീദിൻ്റെ കരം കൊണ്ട് ഇസ്രായേലിനെതിരെ ആ തിന്മ വരുത്തി വെച്ചത്. ദാവീദ് 3-ാമത്തേത് തിരഞ്ഞെടുത്തു. ഏതാണ്ട് 70,000-ഓളം പേര് മരിച്ചു വീണു. ഇസ്രായേലിനെ രക്ഷിക്കേണ്ട രാജാവിൻ്റെ കരങ്ങളിലൂടെ വന്ന ഒരു ശിക്ഷ. തിന്മ ഉണർന്ന് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ, നമ്മുടെ ആത്മീയ അവസ്ഥ, നല്ല ആത്മീയ അവസ്ഥ, ഇതൊന്നും തകർക്കാൻ നമ്മൾ ഒരിക്കലും അനുവദിക്കരുത്. അവിടെ നമുക്കൊരു മതിൽക്കെട്ട് ആവശ്യമാണ്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ നല്ലൊരു മതിൽക്കെട്ട്. കുടുംബങ്ങളൊക്കെ തകരുന്നതിന് പലവിധ കാരണങ്ങളുണ്ട്. പലവിധ കരങ്ങൾ വഴിയാണ് പല കുടുംബങ്ങളും തകർക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന ഒരു ജീവിതശൈലിയാണ് നമുക്കുള്ളതെങ്കിൽ ഒരിക്കലും നമ്മുടെ കുടുംബത്തിലേക്ക് ഈ ഒരു തിന്മയുടെ പ്രവേശനം സാധ്യം. ദുർബലമാകുന്ന നിമിഷത്തിലാണ് സാത്താൻ ഉണർന്ന് നമ്മളെ സമീപിക്കുക. ഞാൻ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഇല്ലാതായി, ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചില്ല, ഇന്ന് ക്ഷീണമാണ്, നാളെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചില്ല, 2-3 ദിവസം പള്ളിയിലും പോയില്ല, വിശുദ്ധ ബലിയിൽ പങ്കെടുത്തിട്ടും കുറേ ദിവസം കുർബാനയൊക്കെ മുടക്കി, അപ്പം ഞാൻ ദുർബലനാകും. എൻ്റെ ശരീരത്തിൻ്റെ ആവശ്യമായ ഭക്ഷണം ഞാൻ കഴിക്കുന്നില്ലെങ്കിൽ എൻ്റെ ശരീരം, ഒരു നേരം ഞാൻ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമില്ല, 2 നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ക്ഷീണം ആവും, 3 നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ക്ഷീണിതനാവും, ഒരു 2-3 ദിവസം ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഞാൻ അവശനാകും. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എന്നെ എതിരിട്ട് തോൽപ്പിക്കാം. കാരണം ഞാൻ ദുർബലനാണ്, എനിക്ക് ആരോഗ്യമില്ല, ഞാൻ ക്ഷീണിതനാണ്, ഞാൻ അവശനാണ്. അതുകൊണ്ട് ആ സമയത്ത് ഏതൊരു കൊച്ചു കുഞ്ഞിനും എന്നെ പരാജയപ്പെടുത്താൻ, എന്നെ കീഴ്പ്പെടുത്താൻ സാധിക്കും. ഇത് തന്നെയാണ് നമ്മുടെ ആത്മീയ അവസ്ഥയിൽ സംഭവിക്കുക. എൻ്റെ ഒരു ദിവസത്തെ പ്രാർത്ഥന ഞാൻ മുടക്കി, 2 ദിവസത്തെ പ്രാർത്ഥന മുടക്കി, വിശുദ്ധ ബലിയും കുദാശകളും വിശുദ്ധ കുർബാന സ്വീകരണവും ഞാൻ അടുത്തടുത്ത് മുടക്കി കഴിയുമ്പോൾ ഞാൻ എൻ്റെ ആത്മീയ അവസ്ഥയിൽ ദുർബലനാവുന്നു. ഞാൻ ആത്മീയ അവസ്ഥയിൽ ദുർബലനാകുമ്പോൾ തിന്മയുടെ ശക്തി എന്നിലേക്ക് ശക്തി പ്രാപിച്ചു വരുന്നു. സാത്താൻ ഉണർന്ന് ദാവീദിനെ കൊണ്ട് പാപം ചെയ്യിച്ചതുപോലെ തിന്മയുണർന്ന് എന്നെക്കൊണ്ട്, എൻ്റെ കരങ്ങൾ കൊണ്ട് തന്നെ എല്ലാ ദൈവം വളർത്തിയത് മുഴുവനും തച്ചുടപ്പിക്കുന്ന ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വരും. അപ്പോൾ ഇസ്രായേലിൻ്റെ ജീവിതത്തിലും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരുന്ന പരാജയത്തിൻ്റെ കാരണം നമ്മുടെ തന്നെ കരങ്ങൾ കൊണ്ട് നാം തന്നെ എല്ലാ കാര്യങ്ങളും തകർത്ത് കളയുന്നുണ്ട്. കുടുംബസമാധാനം, സഹോദര ബന്ധങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ ആത്മീയ ജീവിതം, എല്ലാം നമ്മൾ തന്നെയാണ് തകർത്ത് കളയുന്നത്.
ദാവീദിൻ്റെ പുത്രനായ സോളമൻ രാജാവിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായിരുന്നു. ഇത്രത്തോളം ദൈവം അനുഗ്രഹിച്ച ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു രാജാവും ഈ ഭൂമിയിൽ വേറെ ഉണ്ടായിട്ടില്ല. 2 ദിനവൃത്താന്തം 1-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങളിൽ സോളമൻ്റെ ജീവിതത്തിൽ ദൈവം അനുഗ്രഹിച്ച കഥയെക്കുറിച്ച് വചനം പറയുകയാണ്. ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു, കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. ഞാൻ നിനക്ക് ജ്ഞാനവും വിവേകവും നൽകുന്നു, കൂടാതെ നിന്റെ മുൻഗാമികളോ പിൻഗാമികളോ ആയ രാജാക്കന്മാരിൽ ആർക്കും ലഭിച്ചിട്ടില്ലാത്ത സമ്പത്തും ധനവും പ്രശസ്തിയും ഞാൻ നിനക്ക് നൽകും. അത് രാജാവായ ഉടനെ സോളമൻ്റെ എളിയ ഒരു പ്രാർത്ഥനയാണ്. സോളമൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഈ ജനത്തെ നയിക്കാനുള്ള വിവേകം എനിക്ക് തരണമേ, എനിക്കിതിനൊന്നും കഴിവില്ല. സോളമൻ്റെ സർവ്വ ബലഹീനതകൾ ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് തമ്പുരാൻ്റെ മുമ്പിൽ അടിയറ വെച്ചപ്പോൾ ദൈവം അവനെ അനുഗ്രഹിച്ചു, എല്ലാം കൊണ്ടും അനുഗ്രഹിച്ചു. എളിമയോടെ സോളമൻ പ്രാർത്ഥിച്ചു. അവൻ്റെ ആദ്യകാലത്ത് ചോദിച്ചതെല്ലാം നൽകി അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാക്കി സോളമൻ്റെ ജീവിതത്തെ കർത്താവ് തീർത്തു. എണ്ണമറ്റ നന്മകൾ സോളമൻ്റെ ജീവിതത്തിൽ നൽകി. 2 ദിനവൃത്താന്തം 8-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, ജെറൂസലേമിലും ലെബനോനിലും തൻ്റെ ആധിപത്യത്തിലുള്ള ദേശങ്ങളിലൊക്കെയും ആഗ്രഹിച്ചതെല്ലാം അവൻ പണിതു. അവൻ എന്തൊക്കെ പണിയണമെന്ന് ആഗ്രഹിച്ചോ അതൊക്കെ പണിയാൻ ദൈവം അവനെ അനുഗ്രഹിച്ചു. 2 ദിനവൃത്താന്തം 9:22, അങ്ങനെ സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലെ രാജാക്കന്മാരെ എല്ലാം പിന്നിലാക്കി. ദൈവം സോളമന് കൊടുത്ത ജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവൻ്റെ സാന്നിധ്യം തേടി. ലോകപ്രശസ്തനായിരുന്നു സോളമൻ. സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലെ രാജാക്കന്മാരെ എല്ലാം പിന്നിലാക്കി. ദൈവം സോളമന് കൊടുത്ത ജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവൻ്റെ സാന്നിധ്യം നേടി. കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഷേബായിലെ രാജ്ഞി സോളമൻ രാജാവിനെ സന്ദർശിക്കാമെന്നതിനെക്കുറിച്ച് കർത്താവ് വചനത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നു. ദിനവൃത്താന്ത പുസ്തകം മുഴുവനും സോളമൻ്റെ അനുഗ്രഹത്തിൻ്റെ കഥകൾ ഒന്നിനു പിന്നാലെ ഒന്നായിട്ട് പറയുന്നുണ്ട്. അപ്പം ദൈവം ഇത്രത്തോളം നന്മകൾ ഇത്രയും ദൈവം നൽകിയപ്പോൾ എത്രത്തോളം നന്ദി സോളമന് ഉണ്ടാകണം. വലിയ നന്ദിയോടെ സോളമൻ ജീവിക്കണം. വലിയ നന്ദി എന്ന് പറഞ്ഞാൽ വലിയ നന്ദി. ദാവീദ് രാജാവ് പറയുന്നുണ്ട്, ദാവീദിനെ കർത്താവ് തിരഞ്ഞെടുത്ത് വീണ്ടും വീണ്ടും ദൈവം അനുഗ്രഹിച്ചപ്പോൾ ദാവീദ് വളരെ സന്തോഷത്തോടെ പറയും, ദൈവമേ, നീ ഇങ്ങനെ എന്നെ അനുഗ്രഹിക്കാൻ ഞാനും എൻ്റെ കുടുംബവും എന്ത് ചെയ്തു? കേൾക്കുമ്പോൾ തന്നെ ഒരു മനസ്സിന് സുഖം തോന്നുന്നൊരു പ്രാർത്ഥന. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കാൻ ഞാനും എൻ്റെ കുടുംബവും ഇത്രമാത്രം ചെയ്യാൻ നീ എന്ത് ചെയ്തു? നീ എന്നെ ഇങ്ങനെ അനുഗ്രഹിക്കാൻ ഞാനും എൻ്റെ കുടുംബവും എന്താ ചെയ്തത്? ഒന്നും ചെയ്തില്ല. അപ്പോൾ സോളമൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നും സോളമൻ ആദ്യം പ്രാർത്ഥിച്ചു. പക്ഷേ ദാവീദ് രാജാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവ് അനുഗ്രഹിച്ചപ്പോഴെല്ലാം ഞാനും എൻ്റെ കുടുംബവും എന്താ ദൈവമേ ഇതൊക്കെ സ്വീകരിക്കാനുള്ള യോഗ്യത എന്ന് ദാവീദ് എടുത്ത് പറഞ്ഞു. പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായം 13-ാമത്തെ തിരുവചനത്തിൽ സോളമൻ്റെ ഭരണകാലം സമാധാനപൂർണമായിരുന്നു. ദൈവം അവൻ എല്ലായിടത്തും സമാധാനം നൽകി. അവിടുത്തെ നാമത്തിൽ അവനൊരു ആലയവും നിർമ്മിച്ചു. നിൻ്റെ ജ്ഞാനം ലോകമാസകലം വ്യാപിച്ചു. അതാണ് പ്രഭാഷകൻ്റെ പുസ്തകം സോളമൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ സോളമൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വർഷിച്ചു. 47-ാമത്തെ അധ്യായം പ്രഭാഷകൻ്റെ പുസ്തകം 47-ാം അധ്യായം 18-ാമത്തെ തിരുവചനം പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. അത്ര സമൃദ്ധിയായിരുന്നു. ഇന്ന് നമ്മുടെ ആക്രി കച്ചവടക്കാർ തകരവും പാട്ടയും പെറുക്കി നടക്കുന്നത് പോലെ ഇസ്രായേലിൽ അന്ന് അതുപോലെ സ്വർണമുണ്ടായിരുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ തകരം പോലെ സ്വർണവും ഈയം പോലെ വെള്ളിയും നീ ശേഖരിച്ചു. ഇതെല്ലാം നിൻ്റെ അനുഗ്രഹം. ഇതൊക്കെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ഈ അനുഗ്രഹങ്ങളെല്ലാം സോളമന് ലഭിച്ചു. ആ ദേശവും അനുഗ്രഹിക്കപ്പെട്ടു.
പ്രഭാഷകൻ്റെ പുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി, അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി, നിന്റെ സത്കീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി, സന്തതി പരമ്പരയെ നീ മലിനമാക്കി. ഇങ്ങനെ ഉന്നതത്തിൽ നിന്ന സോളമൻ്റെ ജീവിതം താഴോട്ട് പോരുവാണ്. എന്നാൽ നീ സ്ത്രീകൾക്ക് അധീനനായി, അഭിലാഷങ്ങൾ നിന്നെ കീഴ്പ്പെടുത്തി, നിന്റെ സത്കീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി, സന്തതി പരമ്പരയെ നീ മലിനമാക്കി. നിന്റെ ഭോഷത്വം അവർക്ക് ദുഃഖകാരണമായി. ജ്ഞാനത്തിൻ്റെ പുസ്തകം എഴുതി സോളമൻ രാജാവിൻ്റെ വാക്കുകളാണ്. വചനം പറയുന്നു, സോളമൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും നിന്റെ ഭോഷത്വം അവർക്ക് ദുഃഖകാരണമായി. സോളമൻ അദ്ദേഹത്തിൻ്റെ തന്നെ കൈകൊണ്ട് എല്ലാം തച്ചുടച്ചു. സ്ത്രീകൾക്ക് അധീനനായി, അഭിലാഷങ്ങൾ കീഴ്പ്പെടുത്തി. അങ്ങനെ വളർത്തിക്കൊണ്ടുവന്നത് മുഴുവൻ സ്വന്തം കൈകൊണ്ട് തകർത്ത്. വലിയ ജ്ഞാനി എന്ന് അവകാശപ്പെട്ടവനെക്കുറിച്ച് പ്രഭാഷകൻ്റെ പുസ്തകം പറയും, നിന്റെ ഭോഷത്വം അവർക്ക് ദുഃഖകാരണമായി എന്ന് പറയുന്നു. നിന്റെ സത്കീർത്തിക്ക് നീ തന്നെ കളങ്കം വരുത്തി, സന്തതി പരമ്പരയെ മലിനമാക്കി. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതവും സോളമൻ്റെ ജീവിതം നമ്മളിപ്പോൾ എടുത്തു വെച്ച് നമ്മൾ നോക്കി. നമ്മുടെ ജീവിതവും ഇതുപോലെ നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമ്മുടെ തന്നെ കരങ്ങൾ കൊണ്ട് എന്തെല്ലാം നമ്മൾ തകർത്ത് കളഞ്ഞിട്ടുണ്ട്, എന്തെല്ലാം നമ്മളിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു അനുഗ്രഹം കർത്താവിനോട് നമുക്ക് ചോദിക്കാം. ആദിമാതാപിതാക്കന്മാർ തുടങ്ങിയതാണ് സ്വന്തം കൈകൊണ്ടുള്ള ഈ വരുത്തി വയ്ക്കുന്ന തകർച്ചകൾ. പർദീസായിൽ വെച്ച് സർപ്പത്തോട് ചേർന്ന് ദൈവം നൽകിയ ആ വരപ്രസാദം അത് സർപ്പത്തോട് ചേർന്ന് തകർത്ത് കളഞ്ഞു. പിന്നീട് ഇങ്ങോട്ട് മനുഷ്യചരിത്രം മുഴുവനും പിതാക്കന്മാരുടെ ജീവിതത്തിലും വിശുദ്ധ ഗ്രന്ഥം മുഴുവനും സ്വന്തം കൈകൾ കൊണ്ട് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ തട്ടിമറിച്ച അനേക വ്യക്തിത്വങ്ങളെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങോട്ടൊന്നും പോകേണ്ട, നമ്മുടെ ജീവിതത്തിലും നമുക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ തട്ടിത്തെറിപ്പിച്ച അനേക അനുഗ്രഹങ്ങളും കൃപകളും ചിന്തിച്ചു നോക്കാം. നമുക്ക് നമ്മുടെ കൂടെയും തിന്മ കൂട്ടുകൂടി. നമ്മുടെ കൈകൾ കൊണ്ടും നമ്മുടെ കൃപകളും നമ്മുടെ കുടുംബത്തിൻ്റെ കൃപകളും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളും നമ്മുടെ കൂടെയുള്ളവരും എല്ലാം തകർക്കുന്ന കരങ്ങളായി നമ്മുടെ കരങ്ങൾ ചിലപ്പോൾ തീരാറുണ്ട്. ദൈവമേ, എൻ്റെ കരങ്ങൾ അനുഗ്രഹിക്കുന്ന കരങ്ങളാക്കി നീ തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കൽ പോലും എൻ്റെ കരങ്ങൾ കൊണ്ട് ഞാനൊന്നും തകർക്കാൻ ദൈവമേ നീ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം. അനുഗ്രഹത്തിൻ്റെ കരങ്ങളാണ്. കർത്താവിൻ്റെ കരം എപ്പോഴും ഉയർന്നത് ആശീർവദിക്കാനും അനുഗ്രഹിക്കാനും വേണ്ടി മാത്രമാണ്. കർത്താവിൻ്റെ ആ കരം ഉയർന്നതുപോലെ എപ്പോഴും നമ്മുടെ കരങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി മാത്രം ഉയരണം. നമ്മുടെ നാവിൽ നിന്ന് എപ്പോഴും അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ മാത്രം വരണം. ലോകത്തെ നന്മയിലേക്ക് നയിക്കുക, നമ്മുടെ ചുറ്റുപാടുകളെ വിശുദ്ധീകരിക്കുക, ഇതൊക്കെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ചെയ്യേണ്ട ചില ദൗത്യങ്ങളാണ്. ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഞാൻ മാത്രം മതി എൻ്റെ പരിസരത്തെ ഒന്ന് വിശുദ്ധീകരിക്കുക. നമ്മളിപ്പോൾ ലോകത്തെ മുഴുവൻ നമ്മൾ കുറ്റപ്പെടുത്തും. എല്ലാവരും തിന്മ ചെയ്യുന്നവരാണ്, എല്ലാവരും പണക്കൊതിയന്മാരാണ്, എല്ലാവരും അഴിമതി കാണിക്കുന്നവരാണ്, എല്ലാവരും എല്ലാ മാലിന്യങ്ങളും പെട്ട് ജീവിക്കുന്നവരാണ്, ഒരുവൻ പോലും നല്ലതില്ല എന്ന് നമ്മളെല്ലാവരെയും കുറ്റപ്പെടുത്തും. പക്ഷേ ആ തിന്മയുടെ നടുവിൽ കത്തിവെച്ച ഒരു മെഴുകുതിരി പോലെ ഒരു ദീപമായിട്ട് കത്തിജ്വലിക്കാൻ നമുക്ക്, ഒരു മാതൃക നൽകുന്ന ജീവിതമാകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? എൻ്റെ കരങ്ങൾ കൊണ്ടൊന്നും തകർക്കാതെ ഞാനൊരു മെഴുകുതിരി കത്തിച്ച് പിടിച്ചു വെച്ചിരിക്കുന്നത് പോലെ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ ഒരു സാക്ഷിയാകാൻ എനിക്ക് പറ്റുന്നുണ്ടോ? ഒരൊറ്റ സാക്ഷ്യം മതി നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് അനുഗ്രഹിക്കപ്പെടാൻ.
കാരണം നമ്മളിലെ ജീവിതത്തിൻ്റെ വിശുദ്ധിയുടെ പരിമളം മറ്റുള്ളവരിലേക്ക് പകരുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യം. അക്കൂട്ടത്തിൽ കൂടി തിന്മ ചെയ്യാനും കൂടുതൽ മലിനമാക്കാനും കൂടുതൽ കലക്കാനും വളരെ എളുപ്പമാണ്. പക്ഷേ അവിടെ നിന്ന് സാക്ഷ്യത്തിൻ്റെ ഒരു ജീവിതമാകാൻ നമുക്ക് സാധിക്കണം. ഇതാണ് ഈശോ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. പീഠത്തിന്മേൽ വയ്ക്കപ്പെട്ട വിളക്കുകളായി തീരാൻ, മലമുകളിൽ പണിതുയർത്തപ്പെട്ട പട്ടണങ്ങളായി തീരാൻ ഈശോ നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. നമുക്കതിനായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള തമ്പുരാനെ, ഞങ്ങളുടെ കരങ്ങൾ കൊണ്ട് ഞങ്ങൾ തന്നെ അങ്ങ് തന്ന കൃപകൾ തകർത്ത് കളഞ്ഞ അനേക അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട്. എൻ്റെ ഈശോയെ, വളർത്തുന്ന കരങ്ങളാക്കി മാത്രം ഞങ്ങളുടെ കരങ്ങളെ നീ തീർക്കണമേ. അനുഗ്രഹിക്കുന്ന കരങ്ങളായി ഞങ്ങൾ തീർക്കണം. അങ്ങേപോലെ ഒരു സാക്ഷ്യത്തിൻ്റെ ജീവിതം നയിക്കാൻ എല്ലാ മേഖലകളിലും ഞങ്ങളുടെ ജീവിതത്തിലെ ചുറ്റുപാടുകളിൽ മുഴുവനും ഞങ്ങൾ സാക്ഷ്യത്തിൻ്റെ ജീവിതം നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ അതിന് ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.